ഞങ്ങൾ പറയുന്നത് നാട്ടിലെ ജനങ്ങളെ നിങ്ങൾ കക്കുന്ന വസ്തുതകൾ, അതിനല്ലേ ഞങ്ങളെ ഏൽപ്പിച്ചത്? അതിനല്ലേ നിങ്ങൾ വോട്ട് ചെയ്ത് നിങ്ങൾക്ക് എന്താ, നിങ്ങൾ എന്തിനാ ഈ കഷ്ടപ്പെടുന്നത്? ഞാൻ ചോദിക്കട്ടെ, ലീഗിന്റെ കൊടിയും പിടിച്ച് ഇതാ ഇവിടെ നിൽക്കല്ലേ നിങ്ങൾ? ഈ രാത്രി ഈ സമയം മഴ പെയ്തേക്കുമോ എന്ന് കരുതി മുകളിൽ ഒരു പന്തല് കെട്ടി അല്ലേ? ഇന്നലെ ഇവിടെ നടക്കേണ്ട പൊതുയോഗം ഇന്നത്തേക്ക് മാറ്റി. എന്തിന്? നിങ്ങളുടെ ആരുടെ കുടുംബം പോറ്റാൻ? നിങ്ങൾക്ക് എന്തിനു വേണ്ടി? ഒരു ലക്ഷ്യമുണ്ട്, ഈ നാട് നന്നാവണം, ഈ സമൂഹം നന്നാവണം, ഈ സമുദായം നന്നാവണം. അതല്ലേ? അതിനു വേണ്ടിയല്ലേ നിങ്ങൾ വോട്ട് തരുന്നത്? അതിനു വേണ്ടിയല്ലേ നിങ്ങൾ MLA ആക്കുന്നത്? അതിനു വേണ്ടിയല്ലേ MP ആക്കുന്നത്? അതിനു വേണ്ടിയല്ലേ പഞ്ചായത്ത് മെമ്പറെ ഉണ്ടാക്കുന്നത്? നിങ്ങളെ വീട്ടിലെ കാര്യമല്ലല്ലോ. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, യാത്രയിലൊക്കെ ഇങ്ങനെ പോകുമ്പോ ചിലപ്പോഴൊക്കെ കാണാം നമ്മളെ രസമുള്ള ഫോട്ടോ ഒട്ടിക്കുന്ന കുറെ പാവങ്ങൾ. നമ്മൾ അവിടെ വണ്ടി നിർത്തിയിട്ട് എന്താ മോനെ എന്ന് വെച്ചിട്ട് കൂട്ടിപ്പിടിച്ചാൽ പോലും അറിയില്ല എന്റെ ഫോട്ടോ ആണ് ഒട്ടിക്കണത്. എന്നെ മനസ്സിലാവൂല. പാവങ്ങള് ആരെന്നറിയില്ല, എന്തിനെന്നറിയില്ല, എന്തിനു വേണ്ടിയാണ്? അവർ വോട്ടു തന്ന് ജയിപ്പിച്ചാൽ അവിടെ പോയി കിടന്നുറങ്ങാനല്ല, ഇത്തരം കള്ളന്മാർക്കെതിരെ വിളിച്ചു പറയുമെന്ന വിശ്വാസമാണ് അവൻ വോട്ടാക്കി തരുന്നത്, അവനെടുക്കുന്ന പണി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ആ ഉത്തരവാദിത്തം തിരിച്ചു കൊടുക്കാൻ ബാധ്യത ഉണ്ട്. ഞാൻ അന്നും പറഞ്ഞു, കണ്ണൂരിൽ P. ജയരാജൻ എന്ന് പറയുന്ന കൊലയാളിയുടെ മുമ്പിൽ വെച്ച് ഞാൻ പറഞ്ഞു, നിങ്ങൾ കൊല്ലൂന്ന് ഭീഷണിപ്പെടുത്തി ജയരാജൻ. ഞാൻ പറഞ്ഞു, ജയരാജൻ എന്റെ എത്ര സുഹൃത്തുക്കൾ, എന്റെ പ്രിയപ്പെട്ട ഹനീഫ്. ഞാനന്ന് യൂണിവേഴ്സിറ്റിയിൽ നിൽക്കുമ്പോൾ ഹനീഫിനെ ഓർക്കുകയായിരുന്നു. CH ചെയർ സ്ഥാപിക്കുന്ന സമയത്ത് ഹനീഫിനെയാണ് ആ ചുമതല ഏൽപ്പിച്ചത്. ചാടി നടന്നു. അന്ന് യൂത്ത് ലീഗിന്റെ സംസ്ഥാന ട്രഷററാണ് ഹനീഫ്. രാപ്പകലില്ലാതെ കോഴിക്കോടുണ്ടാകും. ഇവിടെയുള്ള എല്ലാ നേതാക്കന്മാർക്കും അറിയാം. അങ്ങനെ കഷ്ടപ്പെട്ട ഹനീഫ് ഒരു ദിവസം ക്യാൻസർ വന്നങ്ങ് മരിച്ചുപോയി. എന്റെ പ്രിയപ്പെട്ട ഉബൈദ്, അവനങ്ങ് പാലക്കാടാണ്, യൂത്ത് ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ്. ഞങ്ങൾ എല്ലാ ക്യാമ്പുകളിലും തമാശയാക്കി കളിയാക്കുന്ന ഞങ്ങളുടെ അടുത്ത സുഹൃത്ത് ഉബൈദ് മരിച്ചുപോയി. ക്യാൻസർ ആയിരുന്നു. എത്ര പേര് ഏതെല്ലാം തരത്തിൽ എന്ന് കരുതിയിട്ട് ആ മരണല്ലേ ആർക്കും വരാനുള്ളതല്ലേ? അതിനൊന്നും ഞങ്ങൾ ഭയപ്പെട്ടിട്ടില്ല. അൻവറേ, ഓർത്തോങ്ങള്, ഞങ്ങൾ പേടിച്ചിട്ടില്ല. ഞങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം സത്യസന്ധമായി നേരോടെ ജനങ്ങളുടെ മുമ്പിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇനിയും അത് പറയും. കാരണം എന്തെന്നറിയുമോ? ഈ പിടിക്കുന്ന കൊടിയുടെ നിറം പച്ച മാത്രമല്ല, അത് അർദ്ധചന്ദ്ര താരാങ്കിതമായ ഖായിദ മില്ലത്ത് മുഹമ്മദ് സാഹിബ് ഏൽപ്പിച്ച രാഷ്ട്രീയ ദൗത്യാണ്. അത് ചെയ്യും. അത് ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് ആരെയും നോക്കേണ്ട വിഷയമല്ല, ആരെയും ഭയപ്പെടേണ്ട വിഷയമല്ല. നാട് കട്ട് തീർക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, കട്ട് തീർക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇടതുപക്ഷത്തുള്ള എല്ലാവരും ഞങ്ങൾക്ക് അങ്ങനെ അഭിപ്രായമൊന്നുമില്ല. പക്ഷേ നിശബ്ദരാകുന്നവരൊക്കെ നാളെ വില കൊടുക്കേണ്ടി വരും. അത് CPI ആയാലും അതിനകത്തുള്ള ഏത് കക്ഷികളായാലും അതിനപ്പുറം ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒന്നുകൂടി ഉണ്ട്. എന്താണെന്ന് അറിയുമോ? ഇതിനകത്ത് നേരാമണ്ണം നടക്കേണ്ടുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനം. ആ രാഷ്ട്രീയ പ്രവർത്തനമാണ് ഉണ്ടാവേണ്ടത്. ഞാനിവിടെ ഇപ്പൊ യൂണിവേഴ്സിറ്റിയിൽ അവിടെ സുനിൽകുമാർ, CPIയുടെ സുനിൽകുമാർ ഉണ്ടായിരുന്നു. ഈ പൂരം കലക്കി തോൽപ്പിക്കപ്പെട്ട സുനിൽകുമാർ ഉണ്ടായിരുന്നു. അവിടെ VD സതീശൻ ഉണ്ടായിരുന്നു. ഞാൻ പ്രതിപക്ഷ നേതാവിനോടും ഞാൻ പറഞ്ഞു, ജനങ്ങളുടെ ഈ പ്രതീക്ഷയെ, അവരുടെ നിരാശയെ രാഷ്ട്രീയത്തോടുള്ള നിരാശയായിട്ടല്ല തിരുത്താനാവണം. ഇന്ത്യയിൽ രാഹുൽ നയിക്കുന്ന ഒരു രാഷ്ട്രീയ രീതിയുണ്ട്. രാഹുൽ അമേരിക്കയിൽ പോയി പ്രസംഗിച്ചു വന്നപ്പോ BJP പറഞ്ഞൊരു വർത്താനമുണ്ട്. രാഹുൽ, നിങ്ങൾ എന്താ ഈ പറയുന്നത്? അങ്ങനെയൊന്നും പറയല്ല. ആരോട്? പപ്പൂന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞവരാണ്. BJPയെ കൊണ്ടത് പറയിപ്പിക്കാൻ കഴിഞ്ഞത് രാഹുൽ എന്ന രാഷ്ട്രീയക്കാരനാണ്. രാഹുൽ രാഷ്ട്രീയത്തിൽ വളർത്തി വരുന്ന ഒരു രാഷ്ട്രീയ മര്യാദയുണ്ട്. ജനങ്ങളുടെ, പാവപ്പെട്ടവന്റെ, ബുദ്ധിമുട്ടുന്നവന്റെ, കഷ്ടപ്പെടുന്നവന്റെ, അവന്റെ കൂടെ നിന്ന് രാഷ്ട്രീയം പറയേണ്ടുന്ന കാലമാണ്. ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയട്ടെ. മലപ്പുറം ജില്ലയിൽ ആരംഭിച്ച, കേരളത്തിൽ മുഴുക്കെ തന്നെ നടക്കുന്ന ഒരു ഡീപ് സ്റ്റേറ്റ് പ്രോജക്റ്റ് നിസ്സാരമായി നിങ്ങൾ കാണരുത്. മലപ്പുറം ജില്ലയുടെ അല്ലെങ്കിൽ കേരളത്തിന്റെ സമാനമായ ജനസംഖ്യാക്രമമുള്ള നാടാണ് ആസാം. ആസാം ഭരിക്കുന്നത് BJP ആണ്. നിങ്ങൾ വിചാരിക്കുന്നില്ലേ, ഇവിടെ നടക്കൂല, ഇവിടെ സാധ്യല്ല? വെറുതെയാണ്. നിങ്ങളും ഞാനും ഇരിക്കുന്നിടത്ത് അരിച്ചരിച്ചരിച്ച് RSSകാരന്റെ പദ്ധതിയെ നടപ്പിലാക്കാൻ വരുന്നുണ്ട്. ലീഗിന്റെ പ്രതിരോധം രാഷ്ട്രീയമാണ്. RSSനെ ശരിയാക്കണമെന്ന് പറഞ്ഞു വന്ന തീവ്ര സംഘത്തെ നമ്മൾ തന്നെയാണ് തുരുത്തിയത്. അത് മാർഗമല്ല എന്ന് തെളിയിച്ച തെരഞ്ഞെടുപ്പാണ് 2024 ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ്. ജനാധിപത്യ മാർഗമാണ്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഓർത്തോ, കർണാടകയിൽ RSSന്റെ വേരറുക്കാൻ
ഒരു തെരഞ്ഞെടുപ്പ് കാറ്റുമതി. 82% ഹിന്ദുക്കളുള്ള കർണാടകയിൽ RSS തോറ്റു. എന്താ കാര്യം? സിദ്ധരാമയ്യയും ടി കെയും ചേർന്നുള്ള ഒരു രാഷ്ട്രീയ തരംഗം വന്നു. രാഹുലിന്റെ തരംഗത്തിൽ UP പോലും BJP തകർന്നു. എന്നാൽ കേരളത്തില് ഈ രാഹുൽ തരംഗം ആഞ്ഞടിച്ചപ്പോഴും തൃശ്ശൂരിൽ കിട്ടേണ്ട ഒരു സീറ്റ് ജനാധിപത്യ മുന്നണിക്കല്ല, LDF-നായാലും UDF-നായാലും BJP-ക്ക്. മറ്റെല്ലാ സ്റ്റേറ്റുകളിലും BJP മൂക്കുകുത്തി വീണപ്പോ എങ്ങനെയാണ് BJP കേരളത്തിൽ എഴുന്നേറ്റ് നിന്നത്? ഇതൊരു കണക്കാണ്, ഇതൊരു പാഠമാണ്. കേരളത്തിൽ വർഗീയത അടിവേരിലേക്ക് ഇറങ്ങിയാൽ ഉറപ്പിച്ചോ, ഒരു തരംഗത്തിന് അത് മാറ്റാനാവില്ല. ഇക്വേഷനുകളെ മാറ്റിമറിച്ചെടുക്കാനും പ്രയാസമുണ്ടാവില്ല. ഗൗരവത്തോടെ രാഷ്ട്രീയത്തെ കാണണം. ഇതൊരു തമാശന്റെ കളിയല്ല. മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിയുടെ രാഷ്ട്രീയത്തെ അഡ്രസ് ചെയ്തുകൊണ്ടേയിരിക്കണം. രാഷ്ട്രീയ ബോധം മറന്നുകൊണ്ടല്ല നമ്മൾ നിൽക്കേണ്ടത് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു.